നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബിക്സ്ബി റൊട്ടീൻസിനെ കുറിച്ചാണ്. ആദ്യമേ പറയട്ടെ, ഇത് തീർത്തും സാംസങ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ചുരുക്കം ചിലർക്ക് ലഭിക്കാവുന്ന ഫീച്ചർ മാത്രമാണ്. ആദ്യം എന്താണ് ബിക്സ്ബി റൊട്ടീൻ? നമ്മുടെ മൊബൈൽ തീർത്തും ഓട്ടോമാറ്റിക് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇത്തരം ബിക്സ്ബി റൊട്ടീൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോളേജിലോ ഓഫീസിലോ എത്തുമ്പോൾ മൊബൈൽ ഓട്ടോമാറ്റിക്കായി സൈലൻറ്റ് മോഡിലോട്ടാകുന്നു. അതുപോലെ തിരിച്ചു വരുമ്പോൾ അത് പഴയപടിയാകുന്നു. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാറിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായി കാറിലെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ആകുന്നു. തിരിച്ച് ആപ്ലിക്കേഷൻ ക്ലോസ് സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓഫ് ആകുന്നു. അത്തരം എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ മൊബൈൽ തന്നെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ബിക്സ്ബി റൊട്ടീൻസുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ബിക്സ്ബി റൊട്ടീൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമതായി കാണാൻ പറ്റും ബിക്സ്ബി റൊട്ടീൻസ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഇത് മൊബൈലിൽ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള കുറച്ച് ബിക്സ്ബി റൊട്ടീൻസ് ആണ്. നമുക്കിവിടെ നിർമ്മിക്കേണ്ടത് കസ്റ്റംസ് ആയിട്ടുള്ള ബിക്സ്ബി റൊട്ടീൻസ് ആണ്. അതിനായി നിങ്ങളുടെ മൈ റൊട്ടീൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ റൊട്ടീൻസ് എല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബിക്സ്ബി റൊട്ടീനാണ്. ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് എൻ്റെ മൊബൈലിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ മൊബൈൽ ഓട്ടോമാറ്റിക്കായി വൈബ്രേഷൻ മോഡ് ഓൺ ആവുക. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ പഴയപടി വൈബ്രേഷൻ മോഡിൽ നിന്നും സൗണ്ട് മോഡ് ഓൺ ആവുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായി നിങ്ങളുടെ ബിക്സ്ബി റൊട്ടീൻസ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് എന്ന് പറഞ്ഞുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. ഇതിൽ സെൻട്രലായിട്ട് നിങ്ങൾക്ക് മറ്റൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് വയേർഡ് ഹെഡ്ഫോൺ കണക്റ്റഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വയേർഡ് ഹെഡ്ഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണക്റ്റഡ് എന്നുള്ളിടത്ത് ഡൺ എന്ന് അമർത്തുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ദെൻ എന്നുള്ളിടത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വയേർഡ് ഹെഡ്ഫോൺ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിന് എന്താണ് സംഭവിക്കേണ്ടത്? അവിടെ നിങ്ങൾക്ക് സൗണ്ട് മോഡ് സെലക്ട് ചെയ്ത് വൈബ്രേഷൻ മോഡ് എന്നാക്കി കൊടുത്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും അതിന് നിങ്ങൾക്കൊരു റീനെയിം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡൺ അമർത്തി നിങ്ങളുടെ ബിക്സ്ബി റൊട്ടീൻ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ഇപ്പോൾ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് അവിടെ കണക്ട് ചെയ്യുന്നു മൊബൈലിലോട്ട്. ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മൊബൈൽ കാണാൻ പറ്റും എൻ്റെ മൊബൈൽ വൈബ്രേഷൻ മോഡിലോട്ട് മാറിയത്. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് റിമൂവ് ആവുന്ന അതേ സമയം തന്നെ അത് അവിടെ നിന്നും മായുന്നതും നിങ്ങൾക്ക് കാണാം. ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ബിക്സ്ബി റൊട്ടീനാണ് ബാറ്ററി സേവർ. എൻ്റെ മൊബൈലിൽ 25% ബാറ്ററി കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ഓട്ടോമാറ്റിക്കായി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, ഡാർക്ക് മോഡ് ഓൺ ആവുക, അതുപോലെ കീപാഡ് സൗണ്ട് ഓഫ് ആവുക, വൈഫൈ ബ്ലൂടൂത്ത് ഓഫ് ആവുക, അതുപോലെ മീഡിയം പവർ സേവിംഗ് മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുക. ഇതൊക്കെ മൊബൈൽ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നേരത്തെ പോലെ ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഫ് എന്നുള്ള പേജിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാറ്ററി ലെവൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാറ്ററി ലെവൽ സെറ്റ് ചെയ്യുക. ഞാനിവിടെ 25% സെറ്റ് ചെയ്യുന്നത്. ശേഷം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും അടിയിൽ കാണുന്ന ഡൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ശതമാനം സെറ്റ് ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഏറ്റവും നെക്സ്റ്റ് എന്നുള്ളൊരു പേജ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ 25% ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായി കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. ആദ്യമായി ഞാൻ ചെയ്യുന്നത് ഡാർക്ക് മോഡ് ഓൺ ആവുക. അങ്ങനെ ഡാർക്ക് മോഡ് ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും അതിൽ മറ്റു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി പ്ലസ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തതായി ചെയ്യുന്നത് കീപാഡ് സൗണ്ടാണ്. ഈ കീപാഡ് സൗണ്ട് എന്നുള്ളത് ഓൺ എന്നുള്ളത് ഞാൻ ഓഫാക്കി. അപ്പോൾ എൻ്റെ 25% ശേഷം എൻ്റെ മൊബൈലിൽ കീപാഡ് സൗണ്ട് ഓഫായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു മാറ്റം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈഫൈയിലാണ്. വൈഫൈ ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 25% താഴെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി വൈഫൈ ഓഫ് ആവുക. മറ്റൊരു മാറ്റം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൂടൂത്തിലാണ്. നമുക്കറിയാം, ബ്ലൂടൂത്ത് എപ്പോഴും ഓണാകുന്നത് കൊണ്ട് നമ്മുടെ ബാറ്ററി കുറയാം. അതുകൊണ്ട് ബ്ലൂടൂത്ത് ഓഫ് എന്നുള്ളത് സെറ്റ് ചെയ്യാം. അതുപോലെ മറ്റൊരു മാറ്റം ഞാൻ കൊണ്ടുവരുന്നത് മീഡിയം പവർ സേവിംഗ് ആണ്. മീഡിയം പവർ സേവിംഗ് നിങ്ങൾക്കറിയാം, മീഡിയം പവർ സേവിംഗ് ഓൺ ആകുന്നതോടുകൂടി നമ്മുടെ മൊബൈലിലെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആകും. അതുപോലെ ലിമിറ്റ് CPU സ്പീഡ് 70% കുറയും. അതുപോലെ ബ്രൈറ്റ്നസ് 10% ആയിട്ട് കുറയും. ഇത്തരം മാറ്റങ്ങളൊക്കെയാണ് ഞാൻ വരുത്തിയത്. അതിനുശേഷം ഡൺ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബിക്സ്ബി റൊട്ടീനിന് നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു
പേര് നൽകി ഡൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ബിക്സ്ബി റൊട്ടീനും സെറ്റായി കഴിഞ്ഞു. ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ബിക്സ്ബി റൊട്ടീനാണ് ഡ്രൈവിംഗ്. ഈ ഡ്രൈവിങ്ങിൽ എന്തൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡ്രൈവിംഗ് എന്നുള്ള ഒരു മെനു അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഡ്രൈവിങ്ങിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായി കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ ആണ് നോക്കാം. ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാമതായി വൈഫൈ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വൈഫൈൻ്റെ ആവശ്യമില്ല. അപ്പോൾ വൈഫൈ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകുന്നു. ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു ഓട്ടോമാറ്റിക് ഫംഗ്ഷനാണ് സൗണ്ട് മോഡ് ഓൺ ആയിരിക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ വൈബ്രേഷൻ ആവാതിരിക്കാൻ വേണ്ടി സൗണ്ട് മോഡ് എനേബിൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് മറ്റൊരു ഓപ്ഷൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കുക. ഇൻ കേസ് നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കാറുമായി കണക്ട് ചെയ്ത് മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ അത് ഡോൾബി അറ്റ്മോസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഷോ ആൾവേസ് ആക്കി മാറ്റുക. ഇൻ കേസ് നിങ്ങൾ ഡ്രൈവിങ്ങിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ടച്ച് ചെയ്യാതെ തന്നെ ജസ്റ്റ് സ്ക്രീനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് സെൻഡ് എ ക്വിക്ക് ഡിക്ലൈൻ മെസ്സേജസ്. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു കാൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഡിസ്കണക്റ്റായി അവർക്ക് ഒരു മെസ്സേജ് പോവുക, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് അയക്കാം. അത് നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് എ ക്വിക്ക് ഡിക്ലൈൻ മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അവർക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ മെസ്സേജ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഐ വിൽ കാൾ യു ബാക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡൺ ചെയ്യുക. ഇത്രയും മാറ്റങ്ങളാണ് ഞാൻ ഡ്രൈവിങ്ങിലിരിക്കുമ്പോൾ കൊണ്ടുവരേണ്ട ഓട്ടോമാറ്റിക് ഫങ്ഷൻസ്. ഇതിനായി നിങ്ങൾക്ക് ഒരു നെയിം നൽകി സെറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഞാൻ ഉപയോഗിക്കുന്ന ബിക്സ്ബി റൊട്ടീൻസാണ് അവോയ്ഡ് ഡിസ്റ്റർബിങ് സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മൊബൈലിന് കൊണ്ടുവരേണ്ട കുറച്ച് ഓട്ടോമാറ്റിക് ഫങ്ഷൻസുകളാണ്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഫ് എന്നുള്ളത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുന്ന സമയം ആ സമയം ഇവിടെ സെറ്റ് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളിടത്ത് ഞാൻ ഏകദേശം 10 മണി എന്നുള്ള ഒരു ടൈം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻഡ് എന്നുള്ള ടൈമിൽ നിങ്ങൾ എപ്പോഴാണോ എണീക്കുന്നത് ആ സമയം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 6:30 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് എല്ലാ ദിവസവും ഏതൊക്കെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റായിട്ട് ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എല്ലാ ദിവസവും സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്തു. ശേഷം നെക്സ്റ്റ് അമർത്തി. ഈ സമയങ്ങളിൽ നമ്മുടെ മൊബൈലിന് ഓട്ടോമാറ്റിക്കായി കൊണ്ടുവരേണ്ട കുറച്ച് മാറ്റങ്ങൾ ഏതൊക്കെ നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ നോക്കുന്നത് മീഡിയ വോളിയം ഓഫ് ഫോൺ സ്പീക്കർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഞാൻ 44% കൊണ്ടുവന്നു. കാരണം രാത്രി സമയങ്ങളിൽ നമുക്ക് ഫുൾ വോളിയം കേൾക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓൺ ആവുക. ഇൻ കേസ് നമ്മുടെ ഉറക്കത്തിൽ പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ട് നമ്മൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓൺ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മൊബൈൽ ഹോട്ട്സ്പോട്ടാണ്. ഇൻ കേസ് നിങ്ങളുടെ മൊബൈൽ ഹോട്ട്സ്പോട്ട് ആ സമയത്ത് ഓൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വളരെയധികം കുറയും. അപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് ഓഫ് ആക്കിയതിന് ശേഷം ഡൺ അമർത്തുക. ഇത്രയും ചേഞ്ചസുകളാണ് ഞാൻ 10 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ എൻ്റെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാന ബിക്സ്ബി ഫംഗ്ഷനാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. കോളേജ് സമയങ്ങളിൽ നമ്മുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായി സൈലൻ്റ് ആവുകയും കോളേജ് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായി സൗണ്ട് മോഡ് ഓൺ ആവുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ടൈമിൽ മൊബൈൽ ഓട്ടോമാറ്റിക്കായി സൈലൻ്റ് ആവുകയും ശേഷം സൈലൻ്റ് പോവുകയും ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഇതിനായി നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടൈം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോളേജ് ടൈമോ അല്ലെങ്കിൽ ഓഫീസ് ടൈമോ സെലക്ട് ചെയ്യുക. അവിടെ സ്റ്റാർട്ടിംഗ് സമയത്ത് എപ്പോഴാണ് നിങ്ങളുടെ ഓഫീസ് ടൈമോ അല്ലെങ്കിൽ കോളേജ് സമയം തുടങ്ങുന്നത് അത് സെറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായി എൻഡ് ടൈം കാണാൻ പറ്റും. എപ്പോഴാണോ നിങ്ങളുടെ കോളേജ് സമയം തീരുന്നത് അല്ലെങ്കിൽ ഓഫീസ് സമയം തീരുന്നത് അത് സെറ്റ് ചെയ്യുക. ഞാനിവിടെ 4:30 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ കാണാൻ പറ്റും. ഈ നെക്സ്റ്റ് എന്ന താഴെയുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് കൊണ്ടുവരേണ്ട ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് ആണ്. പ്രധാനമായും നമ്മളിവിടെ നോക്കേണ്ടത് സൗണ്ട് മോഡാണ്. സൗണ്ട് മോഡ് മ്യൂട്ട് എന്നുള്ളത് ഓണാക്കി വെക്കുക.
അതുപോലെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു ഓട്ടോമാറ്റിക് ഫംഗ്ഷനാണ് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓഫ് ആക്കുക. ഈ ഓഫീസ് സമയത്തോ അല്ലെങ്കിൽ കോളേജ് സമയത്തോ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുക. ഇതിനായി നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ ഡാറ്റ എന്നുള്ളത് ഓൺ ആയിരിക്കും. ഇത് ഓഫ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന 8 മണി മുതൽ 4:30 വരെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഓഫ് ആകും. പിന്നെ മറ്റൊരു മാറ്റം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സെൻഡ് എ ക്വിക്ക് ഡിക്ലൈൻ മെസ്സേജാണ്. ഇൻ കേസ് നിങ്ങൾ ഒരു ഓഫീസ് മീറ്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കോൾ കട്ട് ചെയ്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ശേഷം ഡൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനൊരു പേര് നൽകിയതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ബിക്സ്ബി റൊട്ടീൻ സേവ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ബിക്സ്ബി ഫംഗ്ഷനാണ് ഡാറ്റ സേവർ. നിങ്ങളുടെ ചില ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ മാത്രം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ആകുന്ന ഒരു ഫംഗ്ഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ആപ്പ് ഓപ്പൺഡ് എന്നുള്ള ഒരു മെനു കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് മാത്രം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. ഇവിടെ ഞാൻ പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്തു, കാരണം അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ഡാറ്റ ആവശ്യമാണ്. അതുപോലെ തന്നെ വീഡിയോ ഓർഡർ, വാട്സപ്പ്, യൂട്യൂബ് സ്റ്റുഡിയോ, പിന്നെ വിട്ടുപോയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൂടി ഞാനിവിടെ സെലക്ട് ചെയ്തു. ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഓൺ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിനൊരു പേര് നൽകി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓപ്പൺ ആവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഡാറ്റ ഓഫാണ്. ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എൻ്റെ മൊബൈൽ ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഓൺ ആയത്. ശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എൻ്റെ ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഓഫായി. അതുപോലെ തന്നെ ഒന്നുകൂടി നോക്കാം. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആയ സമയത്ത് അത് ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഓണായി. അവസാനമായി പരിചയപ്പെടുത്തുന്ന ബിക്സ്ബി റൊട്ടീനാണ് ഓട്ടോ റൊട്ടേഷൻ. നമ്മുടെ മൊബൈൽ എപ്പോഴും ഓട്ടോ റൊട്ടേഷൻ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ചില ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് മാത്രം നമ്മുടെ മൊബൈൽ ഓട്ടോ റൊട്ടേഷൻ ആയാൽ മതി. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഏത് ആപ്ലിക്കേഷനാണോ ഓട്ടോ റൊട്ടേഷൻ വേണ്ടത് ആ ആപ്ലിക്കേഷനെല്ലാം സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ക്യാമറ ആപ്ലിക്കേഷനും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ്, അതുപോലെ വീഡിയോ ഫയൽ, അതൊക്കെ ഞാൻ ഓട്ടോ റൊട്ടേഷൻ എനേബിൾ ചെയ്തു. ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്ക്രീൻ ഓറിയൻറ്റേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സ്ക്രീൻ ഓറിയൻറ്റേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓട്ടോ റൊട്ടേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനൊരു റീനെയിം നൽകിയതിന് ശേഷം സേവ് ചെയ്യുക. ഈ ഒരു ബിക്സ്ബി റൊട്ടീൻ ഓൺ ആക്കുന്നതോടുകൂടി നിങ്ങളുടെ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷനിൽ മാത്രമേ അത് ഓട്ടോ റൊട്ടേഷനിലോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ യൂട്യൂബ് നൽകി. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്കവിടെ ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഓൺ ആയത് കാണാം. പതിവ് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി.